ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. വിദ്യാസ്വരൂപിണിയായ ദേവിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി ഭക്തർ. ഭക്തിലഹരിയിൽ ആറാടിയ 9 ദിവസത്തെ ആഘോഷങ്ങൾക്കും സമാപനമായി. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച കുരുന്നുകളുടെ വിദ്യാരംഭ കാഴ്ചകളിലേക്ക് കടക്കും മുമ്പ് പ്രധാന വാർത്തകളിലേക്ക്. വിദ്യാദേവതയുടെ അനുഗ്രഹം നേടി കുരുന്നുകൾ. വിജയദശമി ദിനത്തിൽ 10,000 ആദ്യാക്ഷരം കുറിച്ചു. ക്ഷേത്രങ്ങൾ വിജയദശമി ആഘോഷ നിറവിൽ. നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. പൊതുവിതരണ രംഗത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തം. ഈ മാസം 24-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ വിജയദശമി ദിനത്തിൽ കുരുന്നുകൾ സരസ്വതി ക്ഷേത്രാങ്കണങ്ങളിൽ എത്തി. ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. വിദ്യാസ്വരൂപിണിയായ സരസ്വതി ദേവിയുടെ അനുഗ്രഹം നേടി വിജയദശമി ആഘോഷത്തോടെ ക്ഷേത്രങ്ങളിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമായി. വിജയദശമി ദിവസമായ ചൊവ്വാഴ്ച രാവിലെ മുതൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. ആദ്യാക്ഷര മധുരവുമായി കുരുന്നുകളുടെ കുഞ്ഞുനാവിൽ ഹരിശ്രീ കുറിച്ചു. ക്ഷേത്രങ്ങൾക്ക് പുറമെ വായനശാലകളും സ്കൂളുകളുമെല്ലാം ആദ്യാക്ഷരം കുറിക്കാനെത്തുന്നവർക്കായി ഒരുങ്ങിയിരുന്നു. ദുർഗാഷ്ടമി ദിനമായ ഞായറാഴ്ച ക്ഷേത്രങ്ങളിൽ പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചു. മഹാനവമി ദിവസമായ തിങ്കളാഴ്ച ക്ഷേത്രങ്ങളിൽ ഗ്രന്ഥപൂജയും വാഹനപൂജയും മറ്റ് വിശേഷാൽ പൂജകളും നടന്നു. വിദ്യാവിജയവും ജീവിത വിജയവും നേടാനാണ് വിജയദശമി ദിനത്തിൽ സരസ്വതി പൂജ നടത്തുന്നു എന്നതാണ് വിശ്വാസം. എല്ലാ ക്ഷേത്രങ്ങളിലും വായനശാലകളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും എഴുത്തുകാരുടെയും പ്രശസ്തരുടെയും വസതിയിലുമെല്ലാം കുട്ടികളെ എഴുത്തിനിരുത്താനായി ആളുകളെത്തി. സംഗീതം, നൃത്തം, ചിത്രരചന എന്നിവയുമായി ബന്ധപ്പെട്ട കലാലയങ്ങളിലും കളരിയിലും പുതിയ വിദ്യാർത്ഥികളുടെ പ്രവേശനം വിജയദശമി ദിനത്തിൽ ആരംഭിച്ചു. തളി മഹാക്ഷേത്രം, അഴകൊടി ദേവി ക്ഷേത്രം, വളയനാട് ക്ഷേത്രം, ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, കൊളത്തൂർ അദ്വൈതാശ്രമം, തളി ശ്രീ കന്യകാ പരമേശ്വരി ക്ഷേത്രം, പിഷാരികാവ് ദുർഗാ ഭഗവതി ക്ഷേത്രം, പേരാമ്പ്ര ശ്രീ എളമരം കുളങ്ങര ക്ഷേത്രം, കൊയിലാണ്ടി എടവന ഭഗവതി ക്ഷേത്രം, വേങ്ങേരി ശ്രീ സകലേശ്വരി ക്ഷേത്രം, പുതിയങ്ങാടി പുത്തൂർ ശ്രീ ദുർഗാക്ഷേത്രം, രാമനാട്ടുകര പരിഹാരപുരം സുബ്രഹ്മണ്യ ക്ഷേത്രം, ഉള്ളാട്ടിൽ ഭുവനേശ്വരി ക്ഷേത്രം, തറമൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം, ചേവരമ്പലം അരുളപ്പാട് ദേവി ക്ഷേത്രം, പാളയം പുതിയ കോവിലകം പറമ്പ് ശ്രീ മാരിയമ്മൻ ക്ഷേത്രം, കാരന്തൂർ ഹരഹര മഹാദേവ ക്ഷേത്രം തുടങ്ങിയ നിരവധി ക്ഷേത്രങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അക്ഷരങ്ങളെ കണി കാണാൻ പറ്റാത്ത കുരുന്നുകൾക്ക് വിദ്യ കുറിച്ചു നൽകി നടൻ ശ്രീനിവാസൻ. കോഴിക്കോട് പുത്തലത്ത് കണ്ണാശുപത്രിയിൽ നടന്ന ചടങ്ങിലാണ് കാഴ്ച വൈകല്യമുള്ള കുട്ടികൾക്ക് ശ്രീനിവാസൻ അക്ഷര വെളിച്ചം പകർന്നു നൽകിയത്. അന്ധതയുടെ ഇരുൾമറകളിൽ നിന്ന് വിദ്യ നേടാനെത്തിയ കുരുന്നുകളെ അക്ഷരവെളിച്ചമേകിയാണ് പുത്തലത്ത് കണ്ണാശുപത്രി സ്വാഗതം ചെയ്തത്. വിജയദശമി ദിനത്തിൽ ജന്മനാ കാഴ്ചവൈകല്യമുള്ള 3 കുരുന്നുകളാണ് ആശുപത്രിയിൽ അറിവ് നുണഞ്ഞത്. അക്ഷരത്തിന്റെ ഉൾവെളിച്ചം നുകരുന്ന കുരുന്നുകൾക്ക് വിദ്യാരംഭം കുറിക്കാൻ നടൻ ശ്രീനിവാസൻ കൂടി എത്തിയതോടെ അക്ഷരങ്ങൾക്ക് മാധുര്യമേറി. അക്ഷരമാധുര്യത്തിൽ ആദ്യം 6 വയസ്സുകാരി ശ്രീജിനിഷയാണ് വിദ്യ നേടിയത്. പുഞ്ചിരി ഗുരുവിന് സമ്മാനമായി നൽകി പിന്നീട് വന്ന കുരുന്നുകളും ഹരിശ്രീ കുറിച്ചു. പോഷകാഹാരമാണ് വൈകല്യങ്ങൾക്ക് കാരണമെന്നും ഇതിനെ വിധി എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തരുതെന്നും നടൻ ശ്രീനിവാസൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പ്രമേഹം, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ മാറ്റാനുള്ള ചില പൊടിക്കൈകളും തന്റെ ആരോഗ്യത്തിന്റെ രഹസ്യവും ശ്രീനിവാസൻ തുറന്നു പറഞ്ഞു. ആശുപത്രികളുടെ തട്ടിപ്പിനിരയാകാതെ പ്രകൃതിദത്ത രീതിയിൽ രോഗങ്ങളെ അകറ്റണമെന്ന നിർദ്ദേശവും നൽകിയാണ് നടൻ വേദി വിട്ടത്. കൃത്യമായ പോഷകാഹാരം ലഭിക്കാത്തതിന്റെ പേരിലാണ് അന്ധവൈകല്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് എന്നുള്ള സത്യം
ചടങ്ങിൽ കമ്പ്യൂട്ടർ വായനാരംഭം ഇൻകം ടാക്സ് കമ്മീഷണർ PN ദേവദാസൻ നിർവഹിച്ചു. കാഴ്ചവൈകല്യമുള്ളവർക്കുള്ള വൈറ്റ് കെയ്ൻ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഐഷ ഗുഹരാജ് വിതരണം ചെയ്തു. പരിപാടിയിൽ പുത്തലത്ത് കണ്ണാശുപത്രി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സുരേഷ് പുത്തലത്ത്, KP മണി, KT അബ്ദുൽ, അശോകൻ അലംപുറത്ത്, കസബ CI പ്രമോദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിജയദശമി സമസ്ത സത്കർമ്മങ്ങൾക്കും പറ്റിയ പുണ്യനാളായി കരുതുന്നു. വിദ്യാരംഭം മുതലായ ശുഭകർമ്മങ്ങൾ ആരംഭിക്കുന്നതും ഈ നാളിലാണ്. ഹൈന്ദവരുടെ ആരാധനയുടെയും നൃത്തത്തിന്റെയും ഒരു ഉത്സവമാണ് നവരാത്രി. 9 രാത്രികൾ എന്നാണ് ഈ സംസ്കൃത പദത്തിന്റെ അർത്ഥം. 9 രാത്രിയും 10 പകലും നീണ്ടുനിൽക്കുന്ന ഈ ഉത്സവത്തിൽ ശക്തിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്നു. നവരാത്രി ദിവസങ്ങളിലെ ആദ്യത്തെ 3 ദിവസം ദേവിയെ പാർവതിയായും, അടുത്ത 3 ദിവസം ലക്ഷ്മിയായും, അവസാനത്തെ 3 ദിവസം സരസ്വതിയായും സങ്കല്പിച്ചുമാണ് പൂജ നടത്തുന്നത്. യഥാർത്ഥത്തിൽ 5 നവരാത്രികളുണ്ടെങ്കിലും ഇപ്പോൾ 3 മാത്രമാണ് ആഘോഷിക്കപ്പെടുന്നത്. ശരത് നവരാത്രി, വസന്ത നവരാത്രി, അഷാഢ നവരാത്രി എന്നിങ്ങനെയാണ് 3 നവരാത്രികൾ. ദേവിയുടെ പടുകൂറ്റൻ കോലങ്ങൾ മുതൽ മണ്ണിൽ തീർത്ത കൊച്ചു ബൊമ്മകൾ വരെ അലങ്കരിച്ചു പൂജിക്കുന്ന ഒരു ആഘോഷമാണ് നവരാത്രി. ബംഗാളിലെ കാളിപൂജയോടനുബന്ധിച്ച് ദുർഗാദേവിയുടെ വലിയ രൂപങ്ങൾ കെട്ടിയൊരുക്കുന്നു. തമിഴ്നാട്ടിൽ ബ്രാഹ്മണർ വളരെ പ്രധാനമായി കൊണ്ടാടുന്ന ഒരു ആചാരം കൂടിയാണ് കൊലുവയ്ക്കൽ. ഈ ആഘോഷ രീതിയെ നവരാത്രിയും ബൊമ്മക്കൊലുവുമെന്നാണ് പറയുന്നത്. കന്നി, മകരം, മീനം, മിഥുനം എന്നീ മാസങ്ങളിൽ നവരാത്രം ആചരിക്കാമെങ്കിലും കന്നി നവരാത്രത്തിനാണ് സർവ്വപ്രാധാന്യം. 9 ദിവസം ആചരിക്കുവാൻ സൌകര്യപ്പെടാത്തവർക്ക് 7, 5, 3 എന്നീ ക്രമത്തിലും അനുഷ്ഠിക്കുവാൻ വിധിയുണ്ട്. കേരളത്തിൽ പ്രയേണെ പൂജവെപ്പ് മുതൽ പൂജയെടുപ്പ് വരെ 3 ദിവസമാണ് നവരാത്ര വ്രതം ആചരിക്കുന്നത്. ശക്തിയുപാസന പ്രധാനമായ ഈ ദിവസങ്ങളിൽ ദേവി ഭാഗവതം, കാളിക പുരാണം, മാർക്കണ്ഡേയ പുരാണം എന്നിവ പഠിക്കുകയും പുരാചരണാദികൾ ആചരിക്കുകയും വേണം. ദുർഗാഷ്ടമി ദിവസത്തെ സായാഹ്നത്തിലാണ് പൂജ വെക്കുന്നത്. പൂജവെപ്പിന്റെ 2ാം ദിനമാണ് മഹാനവമി. കന്നി വെളുത്തപക്ഷത്തിലെ ദശമി നവമി രാത്രിയുടെ അവസാനത്തിൽ വിജയദശമിയായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. കന്നി വെളുത്തപക്ഷത്തിലെ ദശമി നവമി രാത്രിയുടെ അവസാനത്തിൽ വിജയദശമിയായി ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നു. വിജയസൂചകമായ ഈ പുണ്യദിനത്തെ ക്ഷത്രിയർ പ്രധാനമായി കരുതുന്നു. വിജയദശമി സമസ്ത സൽക്കർമ്മങ്ങൾക്കും പറ്റിയ പുണ്യനാളായി കരുതുന്നു. വിദ്യാരംഭം മുതലായ ശുഭകർമ്മങ്ങൾ ആരംഭിക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിജയദശമി ദിനത്തിൽ വ്യത്യസ്തമായ വിദ്യാരംഭം നടത്തി കേരള ഗാന്ധി സ്മാരക നിധിയും ജൈവ കർഷക സമിതിയും പരിസ്ഥിതി പ്രവർത്തകരും. നല്ല ആരോഗ്യം നല്ല ആരോഗ്യത്തോടെ എന്ന ലക്ഷ്യത്തോടെ വിദ്യാർത്ഥികളിൽ അവബോധം സൃഷ്ടിക്കാൻ ആയുർ ആഹാര വിദ്യാരംഭം സാഹിത്യകാരി P. വത്സല നിർവഹിച്ചു. ആരോഗ്യദായകവും ആനന്ദപൂരിതവും അപായരഹിതവുമായ ആഹാര പദാർത്ഥങ്ങളെക്കുറിച്ചും അവ ഉപയോഗപ്പെടുത്തി നല്ല ഭക്ഷണ ചേരുവകൾ തയ്യാറാക്കി ആഹരിക്കുന്നതിലും സമൂഹം ഇന്ന് ബോധവാന്മാരല്ല. വിഷമയം ചേർത്ത ആഹാരങ്ങൾ കഴിച്ച് മരണഭയത്തോടെ ജീവിക്കുകയും രോഗഭീതിയോടെ ആഹാരത്തെ സമീപിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണവും പരിഹാരവും തേടുന്നതിന്റെ ഭാഗമായാണ് കേരള ഗാന്ധി സ്മാരക നിധിയും ജൈവ കർഷക സമിതിയും പരിസ്ഥിതി പ്രവർത്തകരും വിദ്യാരംഭ ദിനത്തിൽ ആയുർ ആഹാര വിദ്യാരംഭം സംഘടിപ്പിച്ചത്. വിഷമയം ചേർത്ത ആഹാരങ്ങൾ കഴിച്ച് മരണഭയത്തോടെ ജീവിക്കുകയും രോഗഭീതിയോടെ ആഹാരത്തെ സമീപിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണവും പരിഹാരവും തേടുന്നതിന്റെ ഭാഗമായാണ് കേരള ഗാന്ധി സ്മാരക നിധിയും ജൈവ കർഷക സമിതിയും പരിസ്ഥിതി പ്രവർത്തകരും വിദ്യാരംഭ ദിനത്തിൽ ആയുർ ആഹാര വിദ്യാരംഭം സംഘടിപ്പിച്ചത്. അമൃതാഹാര വിദ്യാരംഭം നിർവഹിച്ചത് സാഹിത്യകാരി P. വത്സലയാണ്. അതിനുശേഷം പകർച്ചവ്യാധികളും ജീവിതശൈലീ രോഗങ്ങളും ശാരീരികമായും മാനസികമായും സാമൂഹികമായും അലട്ടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളെ ബോധവാന്മാരാക്കാൻ വേണ്ടിയാണ് ജില്ലയിലെ വിവിധ സ്കൂളുകളിലെ NSS വളണ്ടിയർമാരെ ഉൾപ്പെടുത്തി ആയുർ ആഹാര വിദ്യാരംഭം നടത്തിയത്. ജനറൽ മെഡിസിൻ റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ P.K. ശ്രീധരൻ വിഷയാവതരണം നടത്തി. പ്രൊഫസർ T. ചോബീന്ദ്രൻ മാസ്റ്റർ ആയുർ ആഹാര വിദ്യാരംഭ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. അഡ്വക്കേറ്റ് ശിവൻ മഠത്തിൽ മുഖ്യപ്രഭാഷണവും നടത്തി. തായാട്ട് ബാലൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ റവറന്റ് ഡോക്ടർ T.I. ജെയിംസ്, V. വാസുദേവൻ നമ്പൂതിരി, ഡോക്ടർ മനോജ് കാളൂർ, K.P. കേശവൻ നമ്പൂതിരി, K. ശിവകുമാർ, R.K. പൊറ്റശ്ശേരി, V. രാമൻ നായർ, P. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുവിതരണ രംഗത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ അവഗണനയിൽ റേഷൻ വ്യാപാരികളുടെ പ്രതിഷേധം ശക്തമാകുന്നു. പ്രതിഷേധ സൂചകമായി ഈ മാസം 24-ന് നിയമസഭാ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T. മുഹമ്മദ് അലി പറഞ്ഞു.
റേഷൻ വ്യാപാരികൾ നേരിടുന്ന വെല്ലുവിളികൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഓൾ കേരള റീട്ടെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നുവന്നത്. വ്യാപാരികളുടെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ സമരപരിപാടികളുമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് സംഘടനാ തീരുമാനം. കേന്ദ്ര സർക്കാരിന്റെ റേഷൻ വെട്ടിപ്പും യോഗത്തിൽ ചർച്ചാ വിഷയമായി. വ്യാപാരികളുടെ വേതനം, ഭക്ഷ്യസുരക്ഷാ പദ്ധതി എന്നിവ സംബന്ധിച്ചും യോഗത്തിൽ വിപുലമായ ചർച്ചകൾ നടന്നു. ഇതിന്റെ ഭാഗമായി ഈ മാസം 24-ന് നിയമസഭാ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി പറഞ്ഞു. കേരളത്തിലെ റേഷൻ വ്യാപാരികൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന ഒരു സമൂഹം എന്ന നിലക്ക് പ്രതിബദ്ധതയുള്ള ഒരു സംഘടന എന്ന നിലക്കാണ് 24/10 കേരളത്തിലെ റേഷൻ വ്യാപാരികൾ കേരള ഗവൺമെന്റിന്റെ അവഗണനയിൽ പ്രതിഷേധിച്ച് ഭക്ഷ്യസുരക്ഷ നടപ്പാക്കുമ്പോൾ റേഷൻ വ്യാപാരികൾക്കും സെയിൽസ്മാനും മിനിമം വേതനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങൾ സമരത്തിലേക്ക് പോവുകയാണ്. നവംബറിൽ പ്രാബല്യത്തിൽ വരുന്ന ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ വ്യാപാരികളുടെ അവകാശങ്ങൾ പരിഗണിക്കണമെന്ന ആവശ്യം ശക്തമാണ്. കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ച അരി, മണ്ണെണ്ണ എന്നിവ പുനഃസ്ഥാപിക്കുക, വ്യാപാരികളുടെ വേതന വ്യവസ്ഥ പുനഃപരിശോധിക്കുക, ഡോർ ഡെലിവറി സംവിധാനം നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങളും യോഗം ചർച്ച ചെയ്തു. ജില്ലാ സെക്രട്ടറി KP അഷ്റഫ്, സംസ്ഥാന മെമ്പർമാരായ MA നസീർ, അരവിന്ദൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9-ന് ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mine Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less. വാർത്തകൾ തുടരുന്നു. ബേപ്പൂരിനും ലക്ഷദ്വീപിനുമിടയിൽ ചരക്കു നീക്കം സജീവമാക്കാനായി വമ്പൻ ചരക്കു കപ്പൽ ബേപ്പൂരിലെത്തി. 800 ടൺ ചരക്കു കയറ്റാൻ ശേഷിയുള്ള സാഗർ സാമ്രാജ് എന്ന കപ്പലാണ് തുറമുഖത്ത് എത്തിയത്. ബേപ്പൂരിനും ലക്ഷദ്വീപിനുമിടയിൽ ചരക്കു നീക്കം സജീവമാക്കുന്നതിന് ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വലിയൊരു ചരക്ക് കപ്പൽ കൂടി തുറമുഖത്തെത്തി. സാഗർ സാമ്രാജ് എന്ന കപ്പലാണ് കഴിഞ്ഞ ദിവസം വാർഫിലടുപ്പിച്ചത്. ബേപ്പൂരിൽ ആദ്യമായാണ് ഈ കപ്പലെത്തുന്നത്. ക്യാപ്റ്റൻ സെബാസ്റ്റ്യൻ പോളിന്റെ നേതൃത്വത്തിൽ 18 ജീവനക്കാരുള്ള കപ്പലിന് 72 മീറ്റർ നീളവും 12 മീറ്റർ വീതിയും 2.5 മീറ്റർ താഴ്ചയുമുണ്ട്. 1220 ടൺ കേവ് ഭാരമുള്ള കപ്പലിൽ 800 ടൺ ചരക്ക് കയറ്റാനാകും. കഴിഞ്ഞ ഫെബ്രുവരിയിൽ കമ്മീഷൻ ചെയ്ത 2 ചരക്ക് കപ്പലുകളിൽ ഒന്നാണിത്. ആദ്യ യാത്രയിൽ 1000 വീപ്പ ഡീസൽ, 264 വീപ്പ പെട്രോൾ, 400 ടൺ സിമന്റ് തുടങ്ങിയവയാണ് കൊണ്ടുപോകുന്നത്. ഇവ കവരത്തി, അഗത്തി, കൽപ്പേനി, കടമത്ത്, അമിനി എന്നീ ദ്വീപുകളിൽ ഇറക്കും. 3 ദിവസത്തിനകം ചരക്ക് കയറ്റി പുറപ്പെടാനാണ് ലക്ഷ്യമിടുന്നത്. ചരക്ക് ലഭ്യതയനുസരിച്ച് മാസത്തിൽ 2 തവണയെങ്കിലും സാഗർ സാമ്രാജ്യ ബേപ്പൂരിലേക്ക് സർവീസ് ഉണ്ടാകും. ഇതോടൊപ്പം നീരണിഞ്ഞ സാഗർ യുവരാജ് എന്ന കപ്പൽ നേരത്തെ തന്നെ ബേപ്പൂരിൽ നിന്ന് ദ്വീപിലേക്ക് ചരക്ക് നീക്കം നടത്തുന്നുണ്ട്. സാഗർ സാമ്രാജ്യ കപ്പൽ കൊച്ചിയിൽ നിന്നായിരുന്നു ഇതുവരെ സർവീസ് നടത്തിയിരുന്നത്. ബേപ്പൂരിൽ നിന്ന് ചരക്ക് നീക്കം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് തുറമുഖത്ത് എത്തിച്ചത്. 4 വലിയ അറകളുള്ള കപ്പലിൽ ആധുനിക സംവിധാനങ്ങളുള്ള 2 സ്റ്റാൻഡിംഗ് ക്രെയിനുകളുണ്ട്. ഇതിനാൽ ചരക്ക് ഇറക്കുമതി പെട്ടെന്ന് നടത്താനാകുമെന്ന് ദ്വീപ് അധികൃതർ പറഞ്ഞു. വലിയ കപ്പലായതിനാലാണ് ലക്ഷദ്വീപിലേക്ക് ഇന്ധനം കൊണ്ടുപോകുന്നതിന് കപ്പൽ പ്രയോജനപ്പെടുത്തുന്നത്. നിലവിൽ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷദ്വീപ്സ്, ഉബൈദുള്ള, തിന്നിക്കര, ചെറിയം, ഏലി, കൽപ്പേനി, സാഗർ യുവരാജ് എന്നീ കപ്പലുകളിലാണ് ദ്വീപിലേക്ക് വേണ്ട ഭക്ഷ്യോൽപ്പന്നങ്ങളും മറ്റ് അസംസ്കൃത വസ്തുക്കളും എത്തിക്കുന്നത്. ഇതിനു പുറമെ ഉരുക്കൾ മുഖേനയും ചരക്ക് ഗതാഗതമുണ്ട്. കൂടുതൽ കപ്പലുകൾ എത്തുന്നതോടെ തുറമുഖത്ത് ചരക്ക് നീക്കം സജീവമാകുന്നതിനോടൊപ്പം തൊഴിൽ വർദ്ധിക്കാൻ സഹായകമാകുന്ന പ്രതീക്ഷയിലാണ് ബേപ്പൂരിലെ കയറ്റിറക്കു തൊഴിലാളികൾ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ ഗോദീശ്വര ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് കുട്ടികൾക്കായി മാതൃപൂജ നടന്നു. മാതൃദേവോ ഭവ എന്ന തത്വം കുട്ടികളിലേക്ക് പകർന്നു നൽകിയ മാതൃപൂജയിൽ നിരവധി കുട്ടികൾ പങ്കെടുത്തു.
വിജയദശമിയോടനുബന്ധിച്ച് ബേപ്പൂർ ഗോദീശ്വരം ക്ഷേത്രത്തിൽ വിപുലമായ പരിപാടികളാണ് നടന്നത്. കുട്ടികൾക്കായി 10 ദിവസത്തെ മന്ത്രജപ പരിശീലനവും ഔഷധസേവയും അതിന്റെ ഭാഗമായി നടന്ന പരിപാടികളായിരുന്നു. മന്ത്രജപ പരിശീലനത്തിന്റെയും ഔഷധസേവയുടെയും ഭാഗമായി തന്നെ മാതൃപൂജയും നടന്നു. കാലത്തിന്റെ വളർച്ചയിൽ അറ്റുപോകുന്ന ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും അമ്മയെ ഈശ്വരതുല്യമായി കാണാനുമാണ് ക്ഷേത്രം കുട്ടികൾക്കായി മാതൃപൂജ സംഘടിപ്പിച്ചത്. ഡോക്ടർ ശ്രീനാഥ് കാരയാട്ടിന്റെ കാർമ്മികത്വത്തിൽ നടന്ന പൂജയിൽ 350ഓളം കുട്ടികൾ പങ്കെടുത്തു. 10 വർഷമായി ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് മാതൃപൂജ നടന്നുവരുന്നു. വാസുദേവൻ പനോളിയുടെ നേതൃത്വത്തിലാണ് മന്ത്രജപം നടന്നത്. ക്ഷേത്രം പ്രസിഡന്റ് തളിയാടത്ത് ഇമ്പിച്ചൂട്ടി, എടത്തൊടി വേലായുധൻ, ബിനു വെള്ളാപ്പാലി, ജനാർദ്ദനൻ പിണ്ണാണത്ത് തുടങ്ങിയവരാണ് പൂജകൾക്കും പരിശീലനത്തിനും നേതൃത്വം വഹിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് ജൂറിസ്റ്റിക്സിന്റെ അന്തർദേശീയ സമ്മേളനത്തിന് കോഴിക്കോട് വേദിയാകുന്നു. ജനുവരി 7, 8 തീയതികളിൽ നടക്കുന്ന സമ്മേളനത്തിൽ ലോകപ്രശസ്ത ന്യായാധിപരും എഴുത്തുകാരും സംബന്ധിക്കും. ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ കൌൺസിൽ ഓഫ് ജൂറിസ്റ്റിന്റെ അന്തർദേശീയ സമ്മേളനം 2 ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടക്കും. ജനുവരി 7, 8 തീയതികളിലാണ് സമ്മേളനം നടക്കുക. വിദേശ രാജ്യങ്ങളിലെ ന്യായാധിപന്മാരും വക്കീലന്മാരും എഴുത്തുകാരും സമ്മേളനത്തിൽ പങ്കെടുക്കും. 11 സെഷനുകളിലായി പ്രതിനിധികൾ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. ഇന്റർനാഷണൽ ടെററിസം ആൻഡ് ലോ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ജുഡീഷ്യറി, ലെജിസ്ലേഷൻ, എക്സിക്യൂട്ടീവ് തുടങ്ങി 11ഓളം വിഷയങ്ങൾ ചർച്ചാ വിധേയമാക്കുമെന്ന് ആദിഷ് സി അഗർവാൾ, അഡ്വക്കേറ്റ് ദേവരാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാനസിക രോഗങ്ങളോടുള്ള അവജ്ഞ സമൂഹത്തിൽ നിന്നും തൂത്തെറിയാൻ തെരുവ് നാടകത്തിലൂടെ ബോധവൽക്കരണം. മാനസിക രോഗികളുടെ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടിയ കടിഞ്ഞാണില്ലാത്ത മനസ്സ് എന്ന തെരുവ് നാടകം അവതരണം കൊണ്ട് ശ്രദ്ധേയമായി. ഒക്ടോബർ 10 എല്ലാ വർഷവും ലോക മാനസികാരോഗ്യ ദിനമായി ആചരിച്ചു വരികയാണ്. പൊതുജനങ്ങൾക്ക് മാനസിക രോഗങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് നൽകുക, ചികിത്സ ലഭ്യമാക്കുക, പുനരധിവാസം നടപ്പാക്കുക, അതിലുപരി മാനസിക രോഗത്തെക്കുറിച്ചുള്ള അവജ്ഞ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കുക എന്നിവയാണ് ദിനാചരണം കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഈ ഉദ്ദേശം മുൻനിർത്തി പൊതുജന ബോധവൽക്കരണത്തിന്റെ ഭാഗമായി തെരുവ് നാടകം സംഘടിപ്പിച്ചു. കടിഞ്ഞാണില്ലാത്ത മനസ്സ് എന്ന തെരുവ് നാടകത്തിന്റെയും മറ്റു പ്രചരണ പരിപാടികളുടെയും ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി നിർവഹിച്ചു. വിജയൻ കാരന്തൂർ രചനയും രത്നാകരൻ സംവിധാനവും നിർവഹിച്ച നാടകം ശ്രദ്ധ കോഴിക്കോടാണ് അവതരിപ്പിച്ചത്. ഗംഗാധരൻ അയലത്തിൽ, രാധാകൃഷ്ണൻ എളവന, കെ ടി പുരുഷു, പി കെ ജോഷി, ശ്രീലേഷ്, ശശിധരൻ, ഗിരി മണ്ണൂർ, വിജയൻ കാരന്തൂർ, മാസ്റ്റർ കുഞ്ഞുണ്ണി എന്നിവരാണ് അഭിനേതാക്കൾ. ഇക്ര, KMCT ആശുപത്രികളിലെ മാനസികാരോഗ്യ വിഭാഗങ്ങൾ, തണൽ ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രം, ചേതന ന്യൂറോ സൈക്കാട്രിക് റീഹാബിലിറ്റേഷൻ സെന്റർ എന്നിവ സംയുക്തമായാണ് നഗരത്തിൽ തെരുവ് നാടകം സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പന്നിയങ്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊതുക് നശീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. പന്നിയങ്കര ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പന്നിയങ്കര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ കൊതുക് നശീകരണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു. ക്ലബ് സെക്രട്ടറി പ്രവീൺ കുമാർ യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. ക്ലബ് പ്രസിഡന്റ് സജീവൻ CA അധ്യക്ഷം വഹിച്ചു. പന്നിയങ്കര ഹെൽത്ത് ഇൻസ്പെക്ടർ രമേശൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വാർഡ് കൌൺസിലർ P അനിത ആശംസയർപ്പിച്ച് പ്രസംഗിച്ചു. പ്രദേശവാസികളും ക്ലബ്ബ് മെമ്പർമാരും പരിപാടിയിൽ പങ്കെടുത്തു. മുണ്ടിയാട് വയൽ, ചൂരക്കുടി വയൽ പ്രദേശങ്ങളിൽ ക്ലബ്ബ് മെമ്പർമാർ മരുന്ന് തളിച്ചു. വരും ദിവസങ്ങളിൽ മറ്റ് പ്രദേശങ്ങളിലേക്കും മരുന്ന് തളിക്കൽ വ്യാപിപ്പിക്കുവാനും തീരുമാനമെടുത്തു. വൈസ് പ്രസിഡന്റ് P ആനന്ദൻ നന്ദി രേഖപ്പെടുത്തി. കഴിഞ്ഞ 30ഓളം വർഷങ്ങളായി പന്നിയങ്കര, മുണ്ടിയാട് വയൽ, നാടഞ്ചേരി പ്രദേശങ്ങളിലെ സാംസ്കാരിക സാമൂഹിക വികസന പ്രവർത്തനങ്ങളിൽ നിറസാന്നിധ്യമായ PASE പുതിയൊരു ചരിത്രപരമായ ദൌത്യത്തിനുകൂടി തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിലൂടെ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിലക്കുറവിന്റെ പൂരവുമായി ഇന്ത്യയിലെ ആദ്യത്തെ പറക്കം ജ്വല്ലറി ഇതാ കേരളത്തിൽ. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയുമായി ജൂലൈ 9 ശേഷം കോഴിക്കോട്ട് നിന്നും കേരളത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പറക്കം ജ്വല്ലറി കടന്നുവരുന്നു. ബോബി ആൻഡ് മർഡോണ ഗോൾഡ് ഡയമണ്ട് പറക്കം ജ്വല്ലറി. ഡിഫ്തീരിയയും മറ്റു മാരക രോഗങ്ങളും വാക്സിനേഷനിലൂടെ തടയാൻ കഴിയും. എല്ലാ വാക്സിനും സർക്കാർ ആശുപത്രികളിൽ നിന്നും നഗരാരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും സൌജന്യമായി ലഭിക്കുന്നു. വാക്സിനേഷൻ കുട്ടികളുടെ ജന്മാവകാശമാണ്, അത് നിഷേധിക്കരുത്. When the eyes are set on you, don't settle for anything else. I'm not the star. She is. Mind Bridal Diamond Jewelry from Malabar Gold and Diamonds. Be a star, nothing less.
വാർത്തകൾ തുടരുന്നു. വിവിധ പത്രസ്ഥാപനങ്ങളിലെ 38 ഫോട്ടോഗ്രാഫർമാരുടെ തെരഞ്ഞെടുത്ത 120 വാർത്താ ചിത്രങ്ങളുടെ പ്രദർശനം ടർബുലന്റ് ലെൻസ് ഒക്ടോബർ 13 മുതൽ 17 വരെ ആർട്ട് ഗാലറിയിൽ നടക്കും. പ്രശസ്ത ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ ഉദ്ഘാടനം ചെയ്യും. കാലിക്കറ്റ് പ്രസ് ക്ലബ് സംഘടിപ്പിക്കുന്ന വാർത്താ ചിത്ര പ്രദർശനം ടർബുലന്റ് ലെൻസ് ഒക്ടോബർ 13 ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിക്കും. രാവിലെ 11:30 പ്രശസ്ത ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ ഉദ്ഘാടനം ചെയ്യും. 14 11:30 സമകാലിക ചിത്രം, വര, വാക്ക് എന്ന വിഷയത്തിൽ നടക്കുന്ന സംവാദത്തിൽ പി മുസ്തഫ, മദനൻ, ഷാഹില കെ റഫീഖ് എന്നിവർ പങ്കെടുക്കും. 15-ാം തീയതി വിദ്യാർത്ഥികൾക്കായി ഓൺ ദ സ്പോട്ട് ഫോട്ടോഗ്രാഫി മത്സരം, 16-ാം തീയതി അഡ്വാൻസ്ഡ് DSLR ടെക്നിക്സ് ഫോർ ഫോട്ടോ ജേർണലിസം എന്ന വിഷയത്തിൽ നിക്കോൺ മെന്റർ വി ഐസക് സാം നയിക്കുന്ന ഫോട്ടോഗ്രാഫി ക്ലാസ്, 17-ന് വൈകിട്ട് മുതിർന്ന ഫോട്ടോഗ്രാഫർമാരായ ചോയ്ക്കുട്ടി, പി വിശ്വനാഥ്, പി മുസ്തഫ, വി ആലി, ജെയിംസ് ആർപ്പൂക്കര എന്നിവരെ ആദരിക്കൽ എന്നിവയും സംഘടിപ്പിക്കുമെന്ന് പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ പറഞ്ഞു. നമ്മൾ എല്ലാ വർഷവും ഇത്തരത്തില് പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ന്യൂസ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ എക്സിബിഷൻ നടത്താറുണ്ട്. ഇത്തവണ നമ്മൾ വളരെ 5 ദിവസം വളരെ വ്യത്യസ്തമായ പരിപാടികളുമായിട്ട് ഈ എക്സിബിഷൻ നടത്തുകയാണ്. ഇതിന്റെ ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ഫോട്ടോഗ്രാഫേഴ്സ് തന്നെയാണ്. പ്രദർശനത്തിന്റെ ലോഗോ മഹാറാണിയിൽ നടന്ന ചടങ്ങിൽ നടൻ ശ്രീനിവാസൻ പ്രകാശനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിരക്ക് നിർണ്ണയിക്കുന്നതിലെ കാലതാമസത്താൽ ബേപ്പൂർ തുറമുഖ വാർഫിലെ പിറ്റ്ലെസ് ഇലക്ട്രോണിക് വെയ് ബ്രിഡ്ജ് നോക്കുകുത്തിയായി. 6 മാസം മുൻപ് പ്രവർത്തന സജ്ജമായ വെയ് ബ്രിഡ്ജിന്റെ നിരക്ക് നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഇതുവരെ സർക്കാർ തീരുമാനമായിട്ടില്ല. ഇതിനാൽ 25 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച പുതിയ വെയ് ബ്രിഡ്ജ് കാടുകയറി നശിക്കുകയാണ്. നിർമ്മാണം പൂർത്തീകരിച്ച വേ ബ്രിഡ്ജ് കഴിഞ്ഞ ഏപ്രിലിൽ പ്രവർത്തനം ആരംഭിച്ചിരുന്നു. അന്നു മുതൽ തുറമുഖത്തെത്തുന്ന ചരക്ക് ലോറികൾ ഇവിടെ എത്തിച്ച് ഭാരം തൂക്കുകയുണ്ടായി. ചരക്കുള്ള ലോറികൾ തൂക്കുന്നതിന് 150 രൂപയും കാര്യവാഹനത്തിന് 90 രൂപയുമായിരുന്നു നിരക്ക് ഈടാക്കിയിരുന്നത്. ഇത് അധികമായതിനാൽ ലോറിക്കാർ തുറമുഖത്തെ വേ ബ്രിഡ്ജിലേക്ക് വരാതായി. സ്വകാര്യ വേ ബ്രിഡ്ജുകളിൽ ചരക്കുള്ള ലോറികൾ തൂക്കുന്നതിന് 100 രൂപയും കാലിവാഹനങ്ങൾക്ക് 60 രൂപയുമാണ് ഈടാക്കുന്നത്. ഇക്കാര്യം സൂചിപ്പിച്ച് തുറമുഖ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പുതിയ നിരക്ക് നിശ്ചയിച്ച് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും തീരുമാനം നീളുകയാണ്. കപ്പലുകളിലേക്കും ഉരുക്കളിലേക്കും കയറ്റാൻ എത്തിക്കുന്നതും തുറമുഖത്തു നിന്ന് കൊണ്ടുപോകുന്നതുമായ ചരക്കുകളുടെ ഭാരം കൃത്യമായി തൂക്കുന്നതിനാണ് തുറമുഖ വാർഫിൽ വേ ബ്രിഡ്ജ് സ്ഥാപിച്ചത്. നിലവിൽ പുറമേ നിന്ന് തൂക്കിയെത്തിക്കുന്ന ചരക്കുകളുടെ കണക്കുപ്രകാരമാണ് വെസലുകൾക്കുള്ള ഷിപ്പിംഗ് ബിൽ തയ്യാറാക്കുന്നത്. കൂടുതൽ ഭാരമുള്ള സാധനങ്ങൾക്ക് കുറഞ്ഞ തൂക്കത്തിന്റെ ഷിപ്പിംഗ് ബിൽ എടുത്താൽ പോലും പരിശോധനയ്ക്ക് മാർഗമുണ്ടായിരുന്നില്ല. ഇത് മുതലെടുത്ത് ചരക്ക് കയറ്റുമതിയിൽ ക്രമക്കേട് നടക്കുന്നതായ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് തുറമുഖത്ത് പുതിയ വെയിങ് മെഷീൻ സ്ഥാപിച്ചത്. നിരക്ക് നിർണ്ണയിച്ച് വേ ബ്രിഡ്ജ് പ്രവർത്തനക്ഷമമായാൽ ബാർജുകളിലേക്ക് എത്തിക്കുന്നുള്ള ചരക്കുകളുടെ തൂക്കം കൃത്യമായി അറിയാനാകും. മാത്രമല്ല ഇതുവഴി തുറമുഖ വകുപ്പിന് റവന്യൂ വരുമാനം വർദ്ധിപ്പിക്കാനാകുമെങ്കിലും സർക്കാർ നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നത് പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ആയുർവേദ പാരമ്പര്യത്തെ നിലനിർത്തി വേങ്ങേരിയിലെ പ്രാണ ആയുർവേദിക് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകൾക്കായി പ്രത്യേക ചികിത്സ നൽകുന്നതാണ് പ്രാണ ആയുർവേദിക്കിന്റെ പ്രത്യേകത. ആയുർവേദം എന്ന പാരമ്പര്യ വൈദ്യശാസ്ത്രം ജനങ്ങളുടെ നിത്യജീവിതത്തിൽ ഉൾപ്പെടുത്തുവാനും ആരോഗ്യം ക്രമാതീതമായി മുന്നോട്ടു നയിക്കുവാനും വേങ്ങേരിയിൽ പ്രാണ ആയുർവേദ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു. തികച്ചും ഭാരതീയമായ ആയുരാരോഗ്യ സംരക്ഷണ രീതിയാണ് ആയുർവേദം. വേങ്ങേരിയിലെ ആയുർവേദ പാരമ്പര്യത്തെ നിലനിർത്തിയാണ് പ്രാണ ആയുർവേദിക് ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ വൻ പരസ്യങ്ങളൊക്കെ കാണുന്ന രീതിയിലുള്ള തട്ടിപ്പിലൊന്നും പെടാതെ എന്താണ് യഥാർത്ഥ സ്ത്രീരോഗ ചികിത്സ, പിന്നെ സ്ത്രീകളുടെ സൗന്ദര്യവർദ്ധകമായിട്ടുള്ള ചികിത്സ, മുടികൊഴിച്ചില്, മുഖത്തുണ്ടാവുന്ന കലകൾ, പാടുകൾ, സൗന്ദര്യം, അങ്ങനെയുള്ള രീതിയിലുള്ള കൗൺസിലിങ്ങും അതിന്റെ ചികിത്സാ രീതികളും കൂടി ചെയ്യാൻ തയ്യാറായിട്ട് വന്നിട്ടുള്ള യുവ ഡോക്ടറാണ് നമ്മുടെ. ക്ലിനിക്കിന്റെ ഉദ്ഘാടന കർമ്മം വേങ്ങേരി ഗോപാലക്കുറുപ്പ് നിർവഹിച്ചു. സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും മുഖസൌന്ദര്യത്തിനും വേണ്ടി വനിതാ ക്ലിനിക്കും പ്രാണയിൽ ഒരുക്കിയിട്ടുണ്ട്. സ്ത്രീകളുടെ വിഭാഗത്തിൽ ഞായർ ഒഴികെയുള്ള ദിവസങ്ങളിൽ 3 മണി മുതൽ 6 മണി വരെ പ്രാണ ആയുർവേദിക് ക്ലിനിക് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അശ്വതി പിയും, ജനറൽ വിഭാഗത്തിൽ ബുധൻ വെള്ളി ദിവസങ്ങളിൽ റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ PB സന്തോഷ് കുമാർ തുടങ്ങിയവരുടെ സേവനങ്ങൾ ലഭ്യമായിരിക്കും. തീർത്തും ആധുനിക രീതിയിലാണ് സ്ത്രീകളുടെ ചികിത്സാ വിഭാഗം ഒരുക്കിയിട്ടുള്ളത്. മുഖസൌന്ദര്യത്തിനും കേശ സംരക്ഷണത്തിനും പ്രാധാന്യം നൽകുന്നു. മുഖസൗന്ദര്യത്തിനായിട്ടും കുറച്ച് ഫേഷ്യൽ അങ്ങനത്തെ ആയുർവേദപരമായിട്ട് തന്നെ ഞാൻ മുമ്പോട്ട് വേണ്ടി കൗൺസിലിങ്ങും കൊടുക്കുന്നതാണ്. നല്ല രീതിയിൽ എല്ലാവർക്കും ഒരു ഉപയോഗപ്രദമായിട്ട് ഈ ക്ലിനിക്ക് ഞാൻ കൊണ്ടുപോകും. ഉദ്ഘാടന ചടങ്ങിൽ നാട്ടുചികിത്സാ വിഭാഗം റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ M പുഷ്പവല്ലി, ഡോക്ടർ റീജ മനോജ് തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി.
വിദ്യാദേവതയുടെ അനുഗ്രഹം നേടി കുരുന്നുകൾ. വിജയദശമി ദിനത്തിൽ 10,000 ആദ്യാക്ഷരം കുറിച്ചു. ക്ഷേത്രങ്ങൾ വിജയദശമി ആഘോഷ നിറവിൽ. നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനം. പൊതുവിതരണ രംഗത്തോടുള്ള കേന്ദ്ര സർക്കാർ അവഗണനയിൽ പ്രതിഷേധം ശക്തം. ഈ മാസം 24-ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.